ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മുടെ വീഡിയോ തേനെല്ലിക്ക കേട്ടോ. ഈ നെല്ലിക്കയിൽ എന്തൊക്കെ വിറ്റാമിൻ എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. വൈറ്റമിൻ സി ഉണ്ട്, അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട് എന്നിങ്ങനെ ഒരുപാട് പോഷകമൂല്യം ഒന്നാണ് നെല്ലിക്ക. അതെല്ലാവർക്കും അറിയണമായിരിക്കും. ദിവസം ഒരു നെല്ലിക്ക വെച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. അത് തേൻ നെല്ലിക്കയുടെ കൂടെയുള്ള സിറപ്പ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതും കഴിക്കാവുന്നേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരിക. ഇത് നല്ല ഒരു വർഷം വരെ കേടാവാതിരിക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ പുറത്ത് വെച്ചാലും അങ്ങനെ കേടുവരൊന്നുമില്ല. നല്ല ഉണങ്ങിയ സ്പൂൺ കൊണ്ട് എടുത്താൽ മതി. അതിനായിട്ടിപ്പോൾ ഞാൻ 1 കിലോ നെല്ലിക്കയായിട്ട് എടുത്തുക്കണത്. അത് നല്ലോണം കഴുകി തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്താട്ടത്. ഇത് നമുക്കൊരു ഇഡ്ഡലി ചെമ്പിലൊന്ന് ആവിക്ക് വേവിച്ചെടുക്കാം. ഞാൻ അപ്പോൾ ഇതിന് നമ്മൾ കുത്തി കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ആവിക്ക് വേവിച്ചപ്പോൾ തന്നെ ഒന്ന് പൊളിഞ്ഞ് വന്ന ഉള്ളിലേക്കൊക്കെ നല്ലോണം അതിൻ്റെ സിറപ്പ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു 4 ശർക്കര ഇതിക്ക് ആവശ്യത്തിന് 4 ശർക്കര ചേർത്ത് കഴിഞ്ഞ് വേണമെങ്കിൽ കുറച്ചുകൂടി മധുരം, പിന്നെ നമ്മൾ തേനും ചേർക്കുമല്ലോ ഓൾറെഡി, അപ്പോൾ പിന്നെ മധുരം പാകമായിരിക്കും. ഈ ശർക്കര നല്ലോണം ഉരുക്കിയാണ്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കിയാണ്ട്. നിങ്ങൾ കരിപ്പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോളി, നല്ലതാണ്. ഞാനിപ്പോൾ ഈ ശർക്കര എടുത്തുക്കണം. ഇതൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ അതിന് നമുക്ക് നെല്ലിക്കൊക്കെ ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പൊക്കെ എടുത്തിട്ടേ നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കാം. തീക്ക് ആവിക്ക് ഒളിച്ചേട്ടോ. ഇതിപ്പോൾ 10 മിനിറ്റ് വേവിച്ചപ്പോൾ തന്നെ ഒന്ന് നന്നായി വെന്ത് വരുന്നുണ്ട്. ഒക്കെ ഒന്ന് പൊളിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അപ്പോഴാണ് ഇതിനെ തൊട്ട് വെക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റായിട്ടുണ്ടാവും. ഇപ്പോൾ അരമണിക്കൂർ വേവിച്ചപ്പോൾ തന്നെ കുറേ ശരിയായിട്ടോ. ഒന്നുകൂടി കുറച്ചിടം കൂടി വേണമെങ്കിൽ കടത്തോട്ടെ, ഒന്നുകൂടി വന്നോട്ടെ. ആവിക്ക് വേവിച്ചാണ് കേട്ടോ. വെള്ളത്തിൽ വേവിച്ചുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവുകക്കാരം. അതൊക്കെ അങ്ങനെ വേവിച്ചെടുത്താട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ പൊളിഞ്ഞു പോകും. ഇതിക്ക് ഇനി സിറപ്പൊക്കെ കയറി ചെന്നോളൂ. നമ്മൾ കുത്തി ഓട്ടണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മളെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കട്ടിയിലെ നോൺ സ്റ്റിക്കിൻ്റെ ചൂട് കട്ടിയിലൊരു പാത്രം എടുത്തുകൊണ്ട് അതിലായിട്ട് ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കുള്ളൂ. അങ്ങനെ നമുക്ക് നല്ലൊരു പാത്രം, ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് ആദ്യം നെല്ലിക്ക ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ശർക്കര പാനി ഇട്ട് കൊടുക്കുക, ഒഴിച്ച് കൊടുക്കുക. ശർക്കര പാനിയും കൂടി വെച്ചിട്ട് പിന്നെ ഇതിങ്ങനെ വേവിച്ചാൽ മതി കേട്ടോ. ശർക്കര പാനിയിൽ അതിൽ കടന്നിട്ട് അത് നല്ലോണം വറ്റി വരണം. വെള്ളമൊന്നും ചേർക്കരുതേ. നല്ലോണം അങ്ങോട്ട് നൂൽപ്പരുവാണാണ് ശർക്കര പാനി വെച്ചിട്ടേ. ആദ്യം ഫ്ലെയിം നല്ലോണം ഒന്ന് കൂട്ടി കൊടുക്കുക. പിന്നെ ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇടയ്ക്കൊരൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഈ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടേ ഒരു നൂൽപ്പരുവാണ് കേട്ടോ. അപ്പോഴാണ് നെല്ലിക്ക നമുക്ക് നല്ലോണം കറുത്തൊരു കളർ നെല്ലിക്ക നല്ലോണം പിടിച്ചിട്ട് നല്ലൊരു ആ മധുരമൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ നല്ലൊരു ടേസ്റ്റാണ് കാരം. നാക്കൊന്ന് വെന്ത് കയറ്റാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ?
അങ്ങനെ കേസ് നമ്മളെ നെല്ലിക്ക സിറപ്പൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ച് തേനും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തണുത്തത് നമുക്ക് നല്ലൊരു പൊട്ടണ കുപ്പിയിൽ ഒരു ഭരണിയിലോ ആക്കി വെക്കാം. എത്ര കാലം ഇതിന് ഓരോന്നെടുത്തിട്ടേ വൈകുന്നേരത്ത് നമ്മൾ കഴിച്ചാൽ മതി. നല്ലതാണ്, ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂടാനും ഒക്കെ നല്ലതാട്ടോ. നല്ലൊരു പോഷകമായൊരു റെസിപ്പിയാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകൊണ്ട് നെല്ലിക്കൊക്കെ നമുക്ക് സുലഭമായി കിട്ടുമല്ലോ. അപ്പോൾ ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാട്ടോ. നമുക്കൊന്ന് കഴിച്ച് നോക്കാതെ എങ്ങനെയുണ്ട്. ആ നെല്ലിക്കൻ്റെ ആ മധുരം അങ്ങോട്ട് കയറിയിട്ടേ ആ നെല്ലിക്കൻ്റെ ആ പുളിയും ആ മധുരം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ. ഞാൻ കുറച്ച് ഏലക്കായ് പൊടിച്ചും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ വീഡിയോ പറയാൻ മറന്നതാണ്. കുറച്ച് ഏലക്കായും കൂടി പൊടിച്ച് ഇട്ട് കൊടുത്തോളൂ. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കതൊക്കെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ തണുത്തെങ്കിലല്ലേ ഇപ്പം നമുക്ക് കുപ്പിയിൽ ഒഴിച്ചേക്കാൻ പറ്റും. ദിവസം രാവിലെയും വൈകുന്നേരത്തും ഓരോന്ന് കഴിച്ചാൽ നല്ലതാട്ടോ. എല്ലാ രോഗത്തിനും നെല്ലിക്കൻ്റെ ഔഷധ ഗുണം ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് എടുത്തൊന്ന് കഴിച്ചു നോക്കത്തില്ല എങ്ങനെ ഉണ്ട് ടേസ്റ്റ്. തണുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. വായിലിങ്ങനെ വെള്ളം ഊറുന്നുണ്ട്. ഇതിൻ്റെ സിറപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടില്ലേ? കഴിച്ചു നോക്കാം നമുക്ക്. എന്താ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട് വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അടുത്ത വീഡിയോയുമായി വരാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ?